ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ 9ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ വംശം എന്ന് പറയുന്ന ആ പാഠഭാഗം, അതിൻ്റെ സംഗ്രഹവും ചോദ്യോത്തരങ്ങളും ഒരു കുറച്ച് സമയത്തിനുള്ളിൽ സെറ്റാക്കുന്ന ഒരു വീഡിയോയാണ്. അപ്പോൾ പാഠത്തിൻ്റെ ഒരു മുഴുവൻ വിശദീകരണം ഇതിനകത്ത് കൊടുക്കുന്നില്ല. പാഠഭാഗം പറയാനും സമയം നമുക്കില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, പാഠത്തിൻ്റെ സംഗ്രഹത്തിനെ ചുരുക്കി ബോർഡിലേക്ക് തരുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. അതോടൊപ്പം ആ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ എന്ത് ചെയ്യും, ഈ സെഷനകത്ത് മനസ്സിലാക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം. വംശം വിജയലക്ഷ്മി എന്ന എഴുത്തുകാരി എഴുതിയതാണ്. 1960 എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയിലാണ് ജനിച്ചത്. മൃഗശിക്ഷകൻ, തച്ചൻ്റെ മകൾ, മഴ തൻ മറ്റേതോ മുഖം, അന്ത്യപ്രലോഭനം, ഹിമസമാധി, ഒറ്റമണൽത്തരി തുടങ്ങിയവ പ്രധാന കവിതാ സമാഹാരങ്ങളാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പാഠസംഗ്രഹം നോക്കാം. അതിരാവിലത്തെ വിശപ്പിനെ ശമിപ്പിക്കാൻ പ്രാതൽ തേടി വന്ന ഒരു ഉറുമ്പിനെ നോക്കി അതിൻ്റെ പ്രവൃത്തികളെ ആകാംക്ഷയോടെ വർണ്ണിക്കുകയാണ് കവി. അടുപ്പിൻ്റെ പാതകത്തിൽ തെറിച്ച തേങ്ങാത്തരി ഒരു പൂവ് പോലെ തൻ്റെ കൊമ്പിൽ എടുത്തുയർത്തി ചന്തത്തിൽ 6 കാലുകളും കൊണ്ട് ധൃതിയിൽ നടന്നു പോകുന്ന ഉറുമ്പിൻ്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കുകയാണ് ഇവിടെ. സെറ്റാണല്ലോ. അതിരാവിലെ വിശപ്പിനെ ശമിപ്പിക്കാൻ പ്രാതൽ തേടി വന്ന ഒരു ഉറുമ്പിനെ നോക്കി അതിൻ്റെ പ്രവർത്തികളെ ആകാംക്ഷയോടെ വർണ്ണിക്കുകയാണ് വംശം എന്ന പാഠഭാഗത്തിലൂടെ കവിയത്രി ചെയ്യുന്നത്. അടുപ്പിൻ്റെ പാതകത്തിൽ തെറിച്ച തേങ്ങാത്തരി ഒരു പൂവ് പോലെ തൻ്റെ കൊമ്പിൽ എടുത്തുയർത്തി ചന്തത്തിൽ 6 കാലുകളും കൊണ്ട് ധൃതിയിൽ നടന്നു പോകുന്ന ഉറുമ്പിൻ്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കുകയാണ് ഇവിടെ. പെരുമഴക്കാലത്ത് തൻ്റെ കൂട്ടുകാരും ഒരുമിച്ച് രുചിയോടെ കഴിക്കാനുള്ള കരുതലുകളാണ് ഇവയെല്ലാം, അല്ലേ? എറുമ്പുകളെല്ലാവരും ഒറ്റയ്ക്ക് വന്നിട്ടല്ല എന്ത് ചെയ്യുക, ആഹാര പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ആഹാര പദാർത്ഥങ്ങൾ ശേഖരിക്കുക. അവർ കൂട്ടമായിട്ട് വരിയായിട്ട് നിരയായിട്ട് എന്ത് ചെയ്യും, വന്ന് എടുത്തുകൊണ്ടു പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എണ്ണ തിളങ്ങുന്ന ആ മുഖത്തിന് അധ്വാനത്തിൻ്റെ ഗൗരവവും എള്ളുപോലെ മെലിഞ്ഞ ശരീരത്തിന് എന്ത് മനോഹാരിതയുമാണ് കാണുന്നത് എന്ന് കവി പറയുന്നു. ഉറുമ്പിൻ്റെ നേർത്ത ഇടുപ്പുകൾക്ക് എന്ത് മനോഹാരിതയാണ്. അതിൻ്റെ കടുത്ത അധ്വാന ഭാരം കൊണ്ടോ നിരന്തരമായ നൃത്ത ചൂടുകൾ കൊണ്ടുമാണോ ഇത്രയും മെലിഞ്ഞ ഇടുപ്പുകൾ സ്വന്തമായത് എന്ന് കവി ആശ്ചര്യം തൂകുന്നു. ഉറുമ്പിൻ്റെ നേർത്ത ഇടുപ്പുകൾക്ക് എന്ത് ഭംഗിയാണ് എന്ന് കവിയത്രി കാണുന്നു. എന്നിട്ട് പറയാം, എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഈ ഉറുമ്പുകളുടെ കഠിനമായിട്ടുള്ള അധ്വാന ഭാരം കൊണ്ടാണോ, അതോ അതിങ്ങനെ നിരന്തരമായിട്ട് നൃത്ത ചുവടുകൾ വെക്കുന്നത് കൊണ്ടാണോ ഇത്രയും മെലിഞ്ഞ ഇടുപ്പുകൾ സ്വന്തമായത് എന്ന് കവി ആശ്ചര്യം തൂകുന്നു. ഇത്രയും ചാരുത എന്ന് പറഞ്ഞാൽ ഭംഗി ആർക്കാണുള്ളത് എന്ന് കവി ചോദിച്ചു പോകുന്നു. ഉറുമ്പിൻ്റെ ഏറ്റവും ലളിതവും ചെറുതുമായ രൂപത്തെ മനോഹരമായി ഒരു മരത്തിലെന്നോണം കൊത്തിവെക്കാൻ തൻ്റെ വേര് ദാഹിക്കുന്നുവെന്ന് കവി പറയുന്നു. തൻ്റെ ജീവിതത്തിൽ മാതൃകയാക്കണമെന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ഉറുമ്പിൻ്റെ ജീവിതത്തെ തൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, മാതൃകയാക്കണമെന്ന് കവി ഉദ്ദേശിക്കുന്നു. അതാണ് എന്ത് പറയുന്നത്, ഇത്രയും ഉറുമ്പിൻ്റെ ഏറ്റവും ലളിതവും ചെറുതുമായ രൂപത്തെ മനോഹരമായി ഒരു മരത്തിലെന്നോണം കൊത്തിവെക്കാൻ തൻ്റെ മനസ്സെന്ത് ചെയ്യുന്നു, ദാഹിക്കുന്നുവെന്ന് കവിയത്രി പറയുന്നു. സെറ്റ്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വേല ചെയ്ത് തന്നെ മരിച്ചു പോകുന്ന നിന്നെ തുടച്ചു നീക്കുന്നത് തന്നെ പാപമാണെന്ന് കരുതി പോവുകയാണ്. രാപ്പകലില്ലാതെ ഉറുമ്പുകൾ എന്ത് ചെയ്യും, അധ്വാനിക്കുന്നത് കാണാം. അവർക്ക് കിട്ടുന്ന ഭക്ഷണങ്ങൾ അവർ അവരുടെ വാസസ്ഥലത്തേക്ക് കൊണ്ടുപോയി വെക്കുന്നതും കാണാം. കവി വീടും കടന്ന് തൊടിയും കടന്ന് തനിക്ക് പ്രതിബന്ധമായി നിന്ന് എല്ലാത്തിനെയും അതിജീവിച്ച് മുന്നേറിപ്പോകുന്ന അതിൻ്റെ ആയാസങ്ങളെല്ലാം ഒരു ആയാസമേ അല്ല എന്ന മട്ടിൽ മുന്നോട്ട് പോവുകയാണ് ആര്, ആ പാവം ഉറുമ്പ്. കവി ഉറുമ്പിനെ വളരെ സൂക്ഷ്മമായി ആവിഷ്കരിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഏറ്റവും ചെറുതായതിൻ്റെ ജീവിതം എത്ര മനോഹരമാണ് എന്ന് കവിത നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഉറുമ്പിൻ്റെ അധ്വാനശീലം, ഉറുമ്പിൻ്റെ കരുതൽ, ഉറുമ്പിൻ്റെ സഹകരണം, ഇതൊക്കെ മനുഷ്യ ജീവിതത്തിലും എന്ത് ചെയ്യേണ്ടതാണ്, പകർത്തേണ്ടതാണെന്നുള്ള പ്രകൃതി പാഠം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കവിയത്രി ഇതിലൂടെ സൂചിപ്പിക്കുന്നു. ചോദ്യം നോക്കുക. എണ്ണമിനുങ്ങും മുഖത്തെന്ത് ഗൗരവം, എടൽക്കെന്തൊരു സൗകുമാര്യം, ഉടലിനെന്തൊരു സൗകുമാര്യം, ദാരുവിൽ നിന്നെ പകർത്തേണമെന്നെൻ്റെ വേരു ദാഹിച്ചിതാ നോക്കി നിൽപ്പൂ, മരത്തിൽ നിന്റെ രൂപത്തെ കൊത്തിവെക്കാൻ എൻ്റെ വേരെന്ത് ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു. ഉറുമ്പിൻ്റെ പ്രവൃത്തി ജീവിത മാതൃകയാക്കാമെന്ന് കവിക്ക് തോന്നിയത് എന്തുകൊണ്ടാവാം? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. എണ്ണമിനുങ്ങുന്ന ഉറുമ്പിൻ്റെ സൗന്ദര്യത്തെ ആരാധനയോടെ നോക്കുകയാണ് കവി ഇവിടെ. മാത്രമല്ല, എള്ളുപോലെ മെലിഞ്ഞ ശരീരം ആരാണ് ആഗ്രഹിക്കാത്തത്? എള്ളുപോലെ മെലിഞ്ഞ ആ ശരീരത്തിന് നല്ല അഴകാണ് എന്നുകൂടി പറയുകയാണ് കവി.
ഒരു മരത്തിൽ കൊത്തിവെക്കുന്നത് പോലെ തൻ്റെ ജീവിതത്തിലേക്ക് ആ ചെറിയ ജീവിയെ കൊത്തിവെക്കണം എന്ന് കവി ആഗ്രഹിച്ചു പോകുന്നു. കാഴ്ചയിൽ വളരെ ചെറുതാണെങ്കിലും കാണാൻ അത്രമേൽ ലളിതമാണെങ്കിലും എത്ര മനോഹരമായ ഉടലും സൗന്ദര്യവുമാണ് ഈ ചെറിയ ജീവിക്ക് എന്ന് കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് കവി. മാത്രമല്ല, അത്രയും ലളിതമായ ആ ശരീരം കൊണ്ട് എന്തെല്ലാം ജോലികളാണ് ആ ജീവി നിസ്സാരമായി ചെയ്യുന്നത്. ഭൂമിയിലെ ഏറ്റവും നിസ്സാരമായതിൽ നിന്നും എന്തെല്ലാം പഠിക്കാനുണ്ട് എന്ന് ആവിഷ്കരിക്കുകയാണ് കവി ചെയ്യുന്നത്. നോക്കുക, സെറ്റാക്കിക്കൊള്ളുക. എണ്ണ മിനുങ്ങുന്ന ഉറുമ്പിൻ്റെ സൗന്ദര്യത്തെ ആരാധനയോടെ നോക്കുകയാണ് കവി ഇവിടെ. മാത്രമല്ല, എള്ളുപോലെ മെലിഞ്ഞ ശരീരം ആരാണ് ആഗ്രഹിക്കാത്തത്? എള്ളുപോലെ മെലിഞ്ഞ ആ ശരീരത്തിൽ നല്ല അഴകാണ് എന്നുകൂടി പറയുകയാണ് കവി. ഒരു മരത്തിൽ കൊത്തിവെക്കുന്നത് പോലെ തൻ്റെ ജീവിതത്തിലേക്ക് ആ ചെറിയ ജീവിയെ കൊത്തിവെക്കണമെന്ന് കവി ആഗ്രഹിച്ചു പോകുന്നു. കാഴ്ചയിൽ വളരെ ചെറുതാണെങ്കിലും കാണാൻ അത്രമേൽ ലളിതമാണെങ്കിലും എത്ര മനോഹരമായ ഉടലും സൗന്ദര്യവുമാണ് ഈ ചെറിയ ജീവിക്ക് എന്ന് കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് കവി. മാത്രമല്ല, അത്രയും ലളിതമായ ആ ശരീരം കൊണ്ട് എന്തെല്ലാം ജോലികളാണ് ആ ജീവി നിസ്സാരമായി ചെയ്യുന്നത്. ഭൂമിയിലെ ഏറ്റവും നിസ്സാരമായതിൽ നിന്നും എന്തെല്ലാം പഠിക്കാനുണ്ട് എന്ന് ആവിഷ്കരിക്കുകയാണ് ഈ ഉറുമ്പിൻ്റെ ജീവിതം നമ്മുടെ മുന്നിൽ കാണിക്കുന്നതിലൂടെ കവിയത്രി ചെയ്തിരിക്കുന്നത്. സെറ്റാണല്ലോ? ഓക്കെ, നോക്കുക. രാവു പകൽ സന്ധ്യയിൽ ഉഷസ്സില്ലാതെ വേലയെടുത്തേ മരിച്ചു പോകും. പാവമേ, നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെന്നോർത്തേ മടിച്ചു നിൽപ്പൂ. ഉറുമ്പുകളോടുള്ള കവിയുടെ കരുതലും അനുതാപവും നമുക്ക് നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം പരിശോധിക്കുക. രാവു പകൽ സന്ധ്യയില്ല ഉഷസ്സില്ലാതെ, രാപ്പകലില്ലാതെ സന്ധ്യയില്ലാതെ പ്രഭാതമില്ലാതെ വേലയെടുത്തേ നീ എന്ത് ചെയ്യും? മരിച്ചു പോകും. പാവം, അങ്ങനെയുള്ള നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെന്നോർത്തെ ഞാൻ എന്ത് ചെയ്തു? മടിച്ചു നിൽപ്പു. ഉറുമ്പുകളോടുള്ള കവിയുടെ കരുതലും അനുതാപവും നമുക്ക് നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം പരിശോധിക്കുക. ഏറ്റവും ലളിതവും ചെറുതും നിസ്സാരമെങ്കിലും നിരന്തരമായി മരണം വരെ അധ്വാനിക്കുന്ന ഒരു ജീവിയോടുള്ള അനുതാപവും സഹതാപവുമാണ് ഈ വരികളിൽ തെളിയുന്നത്. താൻ നിരന്തരമായി ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു ചെറു കരസ്പർശം പോലും തൻ്റെ ജീവനെ അപഹരിക്കുന്നതാണ്. എങ്കിൽ പോലും ഒന്നുമേ ഒരു പ്രതിസന്ധിയല്ല. ഐക്യമത്യം മഹാബലം എന്ന തത്വത്തെ മാത്രം സ്മരിച്ചു പോവുകയാണ് കവി. അതുകൊണ്ട് തന്നെ തൻ്റെ അടുക്കളയിൽ കയറി ഉറുമ്പിനെ തുടച്ചു നീക്കാൻ തനിക്ക് മനസ്സ് അനുവദിക്കുന്നില്ല എന്ന് കവി സാക്ഷ്യപ്പെടുത്തുകയാണ് ഇതിലൂടെ. സെറ്റാണല്ലോ? ഓക്കെ, ഉറുമ്പുകളുടെ വംശ മഹത്വം അന്വേഷിക്കുന്നതിലൂടെ കവി പറയാൻ ശ്രമിക്കുന്ന വസ്തുതകൾ എന്തെല്ലാമാകും? ചർച്ച ചെയ്യുക. ഉറുമ്പുകളുടെ മഹിമ നമ്മളോട് പറയുന്നതിലൂടെ കവി എന്തെല്ലാമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഉറുമ്പുകൾ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ചെറിയ ജീവിയാണ്. ഒരു കാൽപ്പെരുമാറ്റത്തിൻ്റെ പോലും ഒച്ചയുണ്ടാക്കാനാകാത്തവർ, മറ്റൊരു കാൽപ്പെരുമാറ്റത്തിൻ്റെ പോലും അനക്കത്തിൽ ഇല്ലാതായി പോയേക്കുന്നവർ. എന്നിട്ടും തങ്ങളുടെ വലിപ്പത്തേക്കാൾ എത്രയോ മടങ്ങ് വലിയ കാര്യമാണ് ആ ചെറിയ ജീവികൾ ചെയ്യുന്നത്. ഏറ്റവും വലുത് നമ്മളാണ് എന്ന് കരുതുന്ന മനുഷ്യന് പോലും മാതൃകയാകുകയാണ് ഈ കുഞ്ഞുനുറുമ്പുകൾ. യാതൊരു മടിയുമില്ലാതെ ജനനം മുതൽ മരണം വരെ വന്ന് ഭവിക്കും വരെ പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നു ഉറുമ്പുകൾ. ജീവിതത്തിലെ പ്രതിസന്ധികളെല്ലാം തന്നെ നിരന്തരമായ പ്രയത്നം കൊണ്ട് കീഴ്പ്പെടുത്തുന്നവരാണ് ഉറുമ്പുകൾ. വളരെ ചെറിയ ശരീരത്തിനകത്ത് വളരെ വലിയ മനസ്സുള്ളവരാണ്. കിട്ടുന്നതെല്ലാം എന്ത് ചെയ്യുന്നു? തൻ്റെ കൂടെയുള്ള സഹോദരങ്ങൾക്ക് കൂടി പങ്കുവെക്കുന്നു. തനിക്കായി മാത്രം ഒന്നും ശേഖരിക്കാതെ തൻ്റെ കൂടെ ഉള്ളവർക്കായി കൂടി കരുതി വെക്കുന്ന വലിയ മനസ്സുള്ളവരാണ് ഉറുമ്പുകൾ. ആപത്ത് കാലത്തേക്ക് ശേഖരിക്കുന്നവർ തുടങ്ങി മനുഷ്യന് മാതൃകയാകത്തക്ക എന്തെല്ലാം സവിശേഷതകളാണ് ഉറുമ്പുകൾക്കുള്ളത്. അതുകൊണ്ടാണ് ഉറുമ്പുകളുടെ വംശമഹത്വം കവി ഇവിടെ ആവിഷ്കരിക്കുന്നത്. പേമഴക്കാലത്ത് സ്വാതുവാമീ തരി സോദരർക്കൊത്താസ്വദിക്ക നീ നല്ലു. എന്ത് ചെയ്യുക? കൊണ്ടുപോകുന്ന ഭക്ഷണം നിന്റെ സോദരന്മാരോടുകൂടി നീ എന്ത് ചെയ്യുന്നു? പങ്കുവെച്ച് കഴിക്കുന്നു. ഉള്ളൂരിൻ്റെത് പദാർത്ഥ നിരതൻ പ്രകൃതിജഭാവം പരസ്പരാകർഷം പ്രാണികുലത്തിൻ പരമാത്മഗുണം പരസ്പര പ്രേമം. പരസ്പര പ്രേമമാണ് ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളുടെയും പരമാത്മമായിട്ടുള്ള ഗുണമെന്ന് ആര് പറയുന്നു? നമ്മുടെ ഉള്ളൂരും പറയുന്നു. ഈ രണ്ട് കാവ്യങ്ങളിലെയും ജീവിത ദർശനം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ള ചോദ്യം നോക്കുക. ആദ്യം, കൂട്ടമായും സമൂഹമായും ജീവിക്കുന്ന ജീവികളാണല്ലോ ഉറുമ്പുകൾ. ഏറ്റവും ചെറിയവർ,
അവരെക്കാൾ ചെറുതുവരെ ഒത്തിരി പേർക്കായി പങ്കുവെക്കുന്നു. ചെറുതായിരിക്കുന്നതിൻ്റെ ഉയർച്ചയാണ് ഈ വരികൾ ഉൾക്കൊള്ളുന്നത്. ഭൂമിയിൽ ഏറ്റവും ചെറിയവനും അത്രമേൽ വലിയവനാകാൻ കഴിയും. മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യും? അവൻ്റെ വലിപ്പം കാണിക്കാൻ കഴിയും എന്നതാണ് ഈ വരികൾ പുലർത്തുന്ന ആശയം. എന്നാൽ മഹാകവി ഉള്ളൂരിൻ്റെ വിശ്വദർശനം വെളിപ്പെടുത്തുന്ന കവിതയാണ് പ്രേമസംഗീതം. അതിനകത്തുള്ള ആശയം എന്താണ്? ഈ ഭൂമിയിലെ ഏക മതം എന്ന് പറയുന്നത് സ്നേഹമാണ് എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നു. ഉള്ളൂരിൻ്റെ കാഴ്ചപ്പാടിൽ പ്രപഞ്ചം മുഴുവൻ സ്നേഹമാണ്. ഉള്ളൂരിൻ്റെ അഭിപ്രായത്തിൽ പ്രാണികുലത്തിൻ്റെ, ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും ഗുണം തന്നെയാണ് പരസ്പര പ്രേമം. പരസ്പരം സഹകരിച്ചും കൂട്ടത്തോടെയും ഒന്നായി ജീവിക്കുന്ന സമൂഹമാണ് ഉറുമ്പുകൾ. മനുഷ്യരുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന ധാരാളം പാഠങ്ങൾ ഈ ജീവികൾ പങ്കുവെക്കുന്നുണ്ട്. ജീവിതത്തെ സുന്ദരമാക്കാൻ സഹായിക്കുന്ന എന്തെല്ലാം നൈപുണ്യങ്ങളാണ് ഉറുമ്പിൽ കവി കാണുന്നത്? 1. അധ്വാനശീലം. 2. മടിയും തളർച്ചയുമില്ലാത്ത അധ്വാനം. 3. പരസ്പരം പങ്കുവെക്കുന്ന മനോഭാവം. 4. കരുതൽ. വരാൻ പോകുന്ന അപകടകാലത്തേക്ക് എന്ത് ചെയ്യുക? കരുതി വെക്കുക. പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മനോഭാവം. ഈ 5 ഗുണങ്ങളാണ് ആരെ കാണിക്കുന്നത്? ഉറുമ്പുകളിൽ നമ്മുടെ കവി കണ്ടെത്തുന്നത്. അധ്വാനശീലം, മടിയും തളർച്ചയുമില്ലാത്ത അധ്വാനം, പരസ്പരം പങ്കുവെക്കൽ, കരുതൽ, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മനോഭാവം. പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പൂവ് പോൽ കൊമ്പിൽ എടുത്തുയർത്തി. പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി ഒരു പൂവെടുക്കുന്ന പോലെ കൊമ്പിൽ ഉയർത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? തൻ്റെ വാസസ്ഥലത്തേക്ക് ഉറുമ്പ് സഞ്ചരിക്കുന്നത്. ഇതിനകത്ത് തെളിയുന്ന കാവ്യഭംഗി വ്യക്തമാക്കുക. കവിതയിലെ ഓരോ വരിയും കാവ്യാത്മകമാണ്. വളരെ വലിയ ആശയങ്ങളെ വളരെ താളാത്മകമായും ഇമ്പമായും അവതരിപ്പിച്ചിരിക്കുകയാണ് ഓരോ വരികളിലും. കവിതയിലുടനീളം ഉറുമ്പിനോടുള്ള കവിയുടെ സ്നേഹവും അതിൻ്റെ അധ്വാനശീലത്തോടുള്ള കവിയുടെ ആദരവും ഏറി വരുന്നതായി കാണാം. പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പൂവ് പോൽ കൊമ്പിലെടുത്തുയർത്തി എന്ന് പറയുന്ന വരികളിൽ ആവർത്തിച്ചുള്ള അക്ഷരപ്രയോഗവും കാവ്യത്തിൻ്റെ ഓരോ വരിയുടെയും മാറ്റുകൂട്ടുന്നുണ്ട്. അനുകൂലമായ പദങ്ങളുടെ സംയോഗവും കാവ്യത്തെ കൂടുതൽ ഇമ്പമുള്ളതാക്കുന്നു. കവിതയിൽ എല്ലായിടത്തും തെളിഞ്ഞു കാണുന്ന ഈ പദസംയോഗങ്ങൾ ചേർന്നാണ് കവിത ജനിപ്പിക്കുന്ന ആശയതലങ്ങൾക്ക് ഇത്രയും മനോഹാരിത കൈവന്നത്, അല്ലേ? ഇവിടെ 2ാമത്തെ അക്ഷരം എന്ത് ചെയ്തു? ഒരുപോലെ ആവർത്തിച്ചു എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഇതിനെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഓക്കെ മക്കളെ, അപ്പം എന്ത് ചെയ്യുക? പാഠഭാഗം നന്നായിട്ട് വായിക്കുക, ക്ലാസ് ഒന്ന് കേൾക്കുക, ചോദ്യോത്തരം സെറ്റാക്കി വെച്ചേക്കാം. ഓക്കെ, താങ്ക്